ഇന്ന് ഈ കൊട്ടാരത്തിൻ്റെ പാലുകാച്ചാണ്. ഇത് കണ്ടിട്ട് ഞാനിത് കൊട്ടാരമാണെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞാണെന്ന് കരുതിയോ? എന്നാലല്ല, ഇത് കൊട്ടാരമായി തന്നെ കാണുന്ന ഒരു കുടുംബമുണ്ട്. ഒന്ന് കണ്ടു നോക്ക്, എങ്ങനെയാണ് അവർക്ക് ഈ കുടിൽ കൊട്ടാരമായി മാറിയതെന്ന്. ഇന്ന് ഈ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വീടാണ്, ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഇതെങ്കിലും ഇവർക്ക് കിട്ടിയത് അവരുടെ ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തോളമായി കൊല്ലം ജില്ലയിലെ പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കുടുംബത്തിന്, അതായത് ഭർത്താവ് പോലില്ലാത്ത ഒരു കുടുംബത്തിന് വീടെന്ന സ്വപ്നവുമായി പഞ്ചായത്ത് ഓഫീസുകൾ കഴിഞ്ഞ 5 വർഷക്കാലത്തോളമായി കയറിയിറങ്ങി. പക്ഷേ ഫലം വട്ടപൂജ്യം. കാര്യം, ഇപ്പോഴത്തെ ലൈഫ് മിഷനിലൂടെ വീട് കിട്ടുന്നത് ഇതുപോലുള്ള പാവങ്ങൾക്കല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഈ ഒരു സമയം വരെയും അവർക്ക് പഞ്ചായത്ത് വീട് അനുവദിച്ചിട്ടില്ല. പക്ഷേ വീട് അനുവദിച്ച സുമനസ്സായ ഒരു പയ്യനുണ്ട്, അഭിജിത്ത് പള്ളിയാവട്ടം. നമുക്കറിയാം, നമ്മുടെ ചാനൽ കൂടെ തന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി ഇതാ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് ചെലവഴിച്ച് ഒരു വീട് നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം, അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. എന്തു പറയുന്നു ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഒരു വീട് കിട്ടുകയാണല്ലോ. ഒരു കൊട്ടാരം കിട്ടിയ വാശിയായി എനിക്ക്. കാരണം കിണറ്, കക്കൂസ് ഇതെല്ലാം കൂടെ ഈ മകന് ഞങ്ങൾക്ക് ശരിയാക്കി തന്നെ. അതിന് വളരെ വളരെ നന്ദിയുണ്ട്, സന്തോഷം. ഈ ചെറുപ്രായത്തിൽ ഇത്രയും ചുറ്റോടി ചുറ്റും നടന്ന് പ്രവർത്തിക്കാനും, ഞാൻ പറഞ്ഞില്ലേ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ അരിയും സാധനം ഓണത്തിനായാലും എന്റെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വരെ മേടിച്ച് ഇവിടെ കൊണ്ടുകൊണ്ടു എല്ലാം ചെയ്യും ഈ ചെറുപ്രായത്തിൽ. അവന് അതുകൊണ്ട് ദീർഘായുസ് കൊടുത്ത് അവനെ നല്ല നിലയിൽ എത്തിക്കട്ടെ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അത്ര ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ കോവർ കുഞ്ഞുമോന്റെ ഒക്കെ എടുക്കച്ചെന്ന് ഞാൻ ഞാൻ പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് പറഞ്ഞു. ഇപ്പൊ വന്നപ്പം ലാസ്റ്റ് വന്നപ്പോൾ ഏറ്റവും വേണ്ടി ഉൾപ്പെടുത്താൻ നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് നിവർത്തിയില്ലായിരുന്നു. ഒരു പെണ്ണിനെ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 സെന്റ് നിലം മേടിച്ചെങ്കിലും കൊടുക്കാനോ എനിക്ക് അവർക്ക് തല അയക്കണം. അതിനുവേണ്ടി ഞാൻ ഇച്ചിരി നികത്തി എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷ വേളയാണ്. അവർക്ക് ഒരുപാട് ദുഃഖമുണ്ടെങ്കിൽ പോലും ഈ ഒരു പറഞ്ഞു കേട്ടില്ലേ, ഇതൊരു കൊട്ടാരം തന്നെയാണ് അവർക്ക്. നമുക്ക് കാണുമ്പോൾ ഈ പറയുന്ന പോലെ ചെറിയൊരു വീട്, സൗകര്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അത്രേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഇതൊരു കൊട്ടാരമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം അവർ ദുരിതം അനുഭവിച്ചാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി എന്തായാലും വീടിന്റെ പാലുകാച്ച ചടങ്ങിലേക്ക് പോവുകയാണ്. അദ്ദേഹം കൺട്രോൾ റൂമിലെ SI ആണ് ശ്രീ കലാം. അദ്ദേഹമാണ് താക്കോൽ ദാനം നടത്തുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. ഇതിന് അവകാശി അഭിജിത്ത് തന്നെയാണ്. ഓക്കെ, ഞാൻ അഭിജിത്ത് കൂടെ പോയി. ഇനി തറ കൂടി ഇവർക്ക് ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരു അടുക്കള, ബാത്റൂം കെട്ടണം. ഈ അഭിജിത്തിന് നമ്മള് ഒരുപാട് സമ്മതിച്ചു കൊടുത്തേ. അവന്റെ ചെറുപ്രായത്തിൽ ഇത്രയും വലിയൊരു കാര്യം, അവനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അവൻ ചെയ്തതിൽ നമുക്ക് അഭിമാനിക്കണം. കൺഗ്രാചുലേഷൻ അഭിജിത്തിന്റെ ഈ ഒരു പ്രായത്തിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്തായിരുന്നു വീടിന്റെ ഇങ്ങനൊരു ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഇതിന്റെ ഐഡിയ മാത്രമേ എന്റെ കയ്യിൽ നിന്നുള്ളൂ. എന്റെ കയ്യില് ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത്? ഇവരെ കണ്ടെത്തിയെന്ന് വെച്ചാൽ ഞാന് ഇങ്ങനെ ഇന്നാളെ നമ്മുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുടുംബങ്ങൾക്ക് അന്നം എത്തിക്കുന്ന. അപ്പൊ ആ അന്നം എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പല സ്ഥലത്ത് പലരുമായിട്ട് ബന്ധപ്പെട്ട് പല ലൊക്കേഷനിൽ ഇങ്ങനെ പോകും അന്നം എത്തിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പോയി ഇവിടെയും വന്നു വിട്ടു. ഇവിടെ കുറെ കുടുംബങ്ങൾ ആദ്യം ഞാൻ ഇവരെ അറിഞ്ഞില്ലായിരുന്നു, രണ്ടാമതാണ് അറിഞ്ഞത്. അപ്പൊ അന്ന് തൊട്ട് ഇവർക്ക് അന്നം എത്തിച്ചു തുടങ്ങി. പക്ഷെ പിന്നീട് ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ വന്ന് കണ്ടു. ഇവരുടെ വീടിന്റെ അവസ്ഥയൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് വളരെ മോശമായിരുന്നു അല്ലേ? പിന്നെ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നീട് പലപ്പോഴും ചിന്തിച്ചു, ഇവർക്ക് നല്ലൊരു ഇപ്പോഴാണ് ഈ കിണർ, ഇതിനു മുമ്പെന്ന് വെച്ചാൽ വെറും കുഴിയായിരുന്നല്ലേ? ഓക്കെ, അത് ശരി. ഓക്കെ, അപ്പൊ എത്ര തൊടിയുണ്ട്? 8 തൊടി അല്ലേ? 8 തൊടിയുടെ ഒരു കിണറായിട്ടുണ്ട് ഒപ്പം തന്നെ. ഓക്കെ, എന്നിട്ട്
ഇവർക്ക് നല്ലൊരു ക്ലോസിപ്പ് ഇല്ലായിരുന്നു. പറയാൻ വിഷമമുണ്ട്. ഇവര് ബാക്കിയുള്ളവർ എണീക്കുന്നതിന് മുമ്പാണ് ഈ കാണുന്ന അയ്യങ്ങളിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത്. നമ്പർ 1 കേരളം. അപ്പൊ അതായിരുന്നു ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ മാറ്റാന്ന് ആദ്യം ചിന്തിച്ചു. ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് ഞാൻ ഇവരുടെ ചോരുന്ന സിറ്റുവേഷനൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കിയത്. എന്നാലും നല്ലൊരു മഴ വന്നപ്പോഴത്തേക്കും അതെല്ലാം പൊളിഞ്ഞു പോയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞത്. ആദ്യം തന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥനായ ജോണി ഇളന്തുരുത്തിൽ കോട്ടയം ചേട്ടനാണ്. അദ്ദേഹത്തിന് എൻ്റെ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം തന്നെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചോളൂ. ഞാൻ ഇങ്ങനെ ഒരു വിവരം പറഞ്ഞ ഉടനെ തന്നെ ആടാ നീ എന്തുവാന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്തു, എൻ്റെ എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാവും എന്ന് പറഞ്ഞു. അതോടൊപ്പം പ്രമോദ് ദുബായിൽ വർക്ക് ചെയ്യുന്ന പ്രമോദ് ചേട്ടനും അദ്ദേഹത്തിന്റെ റൂംമേറ്റ്സിനും പിന്നെ ആയിഷ ചേച്ചിക്കും പിന്നെ ഫ്രണ്ട്സ് പ്രവാസി ചക്കോളി കൂട്ടായ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അവരൊക്കെയാണോ കടപ്പാടും. സഹായിച്ചത്? ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഇതെല്ലാം ബിഗ് സല്യൂട്ട് കേട്ടോ. സഹായിച്ചവർക്ക്. ബിജു ജോൺ എന്ന ചേട്ടനും എൻ്റെ നന്ദി ഓക്കെ. അപ്പം എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും ഞങ്ങളൊരു വക ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു ദുരിത കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാര്യം വെള്ളക്കെട്ട്, നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ. നിങ്ങൾ സർക്കാരിലും പഞ്ചായത്തിലൊന്നും അപേക്ഷ കൊടുത്തില്ല ഒരു വീടിന് വേണ്ടിയിട്ട്? 5 വർഷം കൊണ്ട് ഞാൻ പെരയ്ക്ക് വേണ്ടി നടന്നതാണ്. 5 വർഷം കൊണ്ട് നടക്കുകയാണ്. 5 വർഷം പെരയുണ്ടെന്ന് പറഞ്ഞ് എന്നോട് പത്രം വരെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ അങ്ങനെ വന്ന വീട് അനുവദിച്ച് തന്നപ്പം ഇത് നിലവായിരുന്നു. നമ്മളെ കൊണ്ട് നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് നിലം വീഴുന്നത്. അങ്ങനെ ഈ ഡേറ്റോ ബാങ്കിൽ കൊടുത്തെന്ന് പറഞ്ഞു അതിന്റെ ഒരു പ്രശ്നത്തിൽ അങ്ങ് മാറി. നേരത്തെ ഈ പത്രം മേടിച്ച് വയ്ക്കുക ഇതെല്ലാം ചെയ്തതാണ്. കിണറിനും കക്കൂസിനും എല്ലാം ഇതുവരെ ഞാൻ പഞ്ചായത്തുകൾ കയറി ഇറങ്ങി എല്ലായിടവും MLA യുടെ അടുക്ക വരെ പോയി, ഓവർ കുഞ്ഞുമന്റെ അടുക്ക വരെ. എന്നൊക്കെ പോലും ഇത് സാധിച്ചു തന്നില്ല. ഇല്ല. ഞാൻ 5 വർഷം കൊണ്ട് അരി സാധനം എത്തിച്ചുകൊണ്ടിരുന്ന അപ്പിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞാണ് മാവേലിക്കരുള്ള, അത് എനിക്കറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആദ്യം ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുത്തപ്പോ ഞങ്ങൾക്ക് ഇവർക്ക് കൊണ്ടു കൊടുത്ത് പിന്നെ എന്നെ കൊണ്ടൊക്കുന്ന ചിലവിന് ഞാനും കൊണ്ടുപോയി ജോലി ചെയ്ത് കൊണ്ടു കൊടുത്തു. അങ്ങനെ ആ കുഞ്ഞാണ് ഈ വീട് വന്ന് കണ്ടേച്ച് ഇത് മറിഞ്ഞു വീടാറായിരുന്നു കാറ്റ് മഴയായിരിക്കും. അപ്പൊ അങ്ങനെ കുഞ്ഞ് വന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ച് ഞങ്ങൾ ആരെ സഹായിക്കുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന് മറ്റേ ഉള്ള കുഞ്ഞിൻ്റെതായിരുന്നു. ഈ 5 വർഷം കൊണ്ട് ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല ഒരു പെരയ്ക്ക് വേണ്ടി. ഇന്നിപ്പോ അവള് ഒരു രോഗിയായി മാറി. എന്തോ സംസാരിക്കുന്നെന്ന് പോലും അറിയത്തില്ല. പിന്നെ ആർക്കാണ് ലൈഫ് മിഷൻ പദ്ധതി വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇവരെല്ലാം വേറെ ആരെയാണ് സഹായിക്കാൻ കഴിയുന്നത്? എന്നോട് പറഞ്ഞ ഓണം കഴിയുന്ന ഉടനെ എനിക്ക് ഈ വീടിനെ ശരിയാക്കി തരാമെന്ന്. 5 വർഷമായിട്ട് ഈ കുടുംബം കയറി ഇറങ്ങുകയാണ്. 5 വർഷമായിട്ട് അവർക്ക് ഭർത്താവില്ല. ഭർത്താവ് ബന്ധം ഒഴിഞ്ഞ് ഇത് നിൽക്കുന്നതാ. അയാളും അന്വേഷിച്ചു കൊടുക്കത്തൊന്നുമില്ല. വർഷങ്ങളായി 8 വർഷം കൊണ്ട് യാതൊരു ഇതുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാ ഈ മണ്ണ്. അത് നിലവേനെ കൊണ്ട് മേടിക്കാൻ പോക്കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഈ നിലം മേടിച്ചത്. ഇപ്പോഴാ പിന്നെ രവി കയറിയപ്പോഴാ ഈ വർഷത്തിലാണ് ഈ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം രവി കയറിയതേ ഉള്ളൂ. അതിന് മുൻപല്ലേ ഇവർ പറയണമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇതില്ലാതെ കൊണ്ട് തന്നെ ഞാൻ പത്രം മേടിച്ചു വെച്ചതുവരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കളക്ടറൊക്കെ കൊണ്ട് കാണിക്കാനിരുന്ന. അങ്ങനെ ഈ അപ്പിക്കുട്ടം വന്ന് ഈ വീട് കണ്ട് ഇത്രയും ഞങ്ങൾക്ക് തന്നെ സഹായം ചെയ്തത്. ഞങ്ങളുടെ ആ കഷ്ടപ്പാട് മറിഞ്ഞു വീഴുമായിരുന്നു. അതേ രീതിയിൽ ഈ പാവപ്പെട്ട കുടുംബത്തിന് ഇങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ അങ്ങനെ സന്തോഷിക്കുമ്പോഴും മനസ്സിൽ ഒരു വിങ്ങലുണ്ട്. കാരണം നമ്മുടെയൊക്കെ വീടിൻ്റെ വിറകുപുര പോലും ഇതിനേക്കാൾ നല്ലതായിരിക്കും അല്ലേ? സത്യത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട് ഇങ്ങനെയും കൂടിയാണ്. ഈ വീഡിയോയിലൂടെ സർക്കാരിനെ കുറ്റം പറയുകയല്ല, പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ടിക്കാരും പാർട്ടി നേതാക്കന്മാരുടെയും ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയിലും പെടാത്ത അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളും വളരെ ദരിദ്രരും പാവപ്പെട്ടവരുമുണ്ട്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് കേരളത്തിൻ്റെ നികുതി പണം എന്നുള്ളത്. തീർച്ചയായും അവരും ടാക്സ് കൊടുത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും വേർതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നടപടികൾ അതിനെ മാറ്റി നിർത്തിയേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ നാട് അരാജകത്വത്തിൻ്റെ സാഹചര്യത്തിലേക്കെത്തും. തീർച്ചയായും രാഷ്ട്രീയക്കാരുടെ വിവേചനപരമായ ഇത്തരത്തിലുള്ള ക്രൂര നടപടികൾ നിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ ജനത അത് നിർത്തിക്കും. ഓർക്കുന്നത് നല്ലത്.